ഡേ 3 ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ചായ കുടിക്കാം. ഇപ്പൊ നമ്മള് നല്ല ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ വന്നാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. അത് കഴിഞ്ഞിട്ട് മൈസൂർ പാലസ്, പിന്നെ സൂ പ്ലാനാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ടൈം ഉണ്ടെങ്കിൽ നടക്കും. പാത്തു പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നല്ല അസ്തറ്റിക് ആയിട്ടുള്ള ഒരു കഫേയിലായിരുന്നു വന്നിട്ടുള്ളത്. ചുറ്റും കുറേ ചെടികളും നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വടയും പൂരിയും മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇന്നലത്തെ മസാല ദോശ ആയിരുന്നു. ഇത് കുറച്ചുകൂടി എരിവുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാലസിലോട്ടായിരുന്നു. മൈസൂർ പാലസ് വന്നിട്ടുള്ളത്. പൂവല്ലേ, ഒന്ന് ചാടി വന്നോളി. വരൂ അടക ചാടണേ. മൈസൂർ പാലസ് കർണാടക സംസ്ഥാനത്തിലെ മൈസൂർ നഗരത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഭംഗിയേറിയതുമായ രാജകൊട്ടാരങ്ങളിലൊന്നാണ് മൈസൂർ പാലസ്. വാഡിയർ രാജവംശത്തിന്റെ ഔദ്യോഗിക വാസസ്ഥലമായിരുന്നു ഈ പാലസ്. ഇന്ത്യൻ ശില്പങ്ങളുടെയും രാജകീയ ആഡംബരത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് മൈസൂർ പാലസ്. ഇന്നത്തെ മൈസൂർ പാലസ് 1912 മഹാരാജ കൃഷ്ണരാജ വാഡിയറുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. പഴയ കൊട്ടാരം തീപിടുത്തത്തിൽ നശിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് ശില്പരാജ്ഞനായ ഹെൻറി ഇൻവിൻ രൂപകൽപ്പന ചെയ്ത പുതിയ പാലസ് പണി കഴിപ്പിച്ചതാണിത്. മൈസൂർ പാലസിന്റെ ശില്പശൈലി വരുന്നത് ഇന്തോ സാരസനിക് ശൈലിയിലാണ്. ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് മനോഹരമാക്കിയ ഗോപുരങ്ങൾ, പമ്പിച്ച ദർബാർ ഹാളുകൾ, കലാപരമായ തൂണുകൾ, ചുവർ ചിത്രങ്ങൾ അതിലും മനോഹരം, വർണ്ണക്കുപ്പികളോട് കൂടിയ ജനലുകൾ, വർണ്ണിച്ചാൽ മതിയാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മൈസൂർ സൂവിലേക്കാണ്. 1892 മഹാരാജ ചാമരാജ വാഡിയറാണ് മൈസൂർ സൂ സ്ഥാപിച്ചത്. തുടക്കത്തിൽ രാജകുടുംബത്തിന്റെ വിനോദത്തിനായിരുന്നുവെങ്കിലും പിന്നീട് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിപാലനയുള്ള ഒരു സൂവാണ് മൈസൂർ സൂ. പേടിണ്ടാവും.
സൂ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത്. ചിക്കൻ മഞ്ചൂരി. അപ്പൊ ഗൈസ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. മൈസൂര് ഇഷ്ടപ്പെട്ടോ? നമ്മള് പോവല്ല, നാട്ടിലേക്ക് പോവല്ല. അപ്പൊ എല്ലാരോടും ബൈ പറ. ഈവനിങ് 4 മണിക്കായിരുന്നു ഞങ്ങളുടെ ബസ്. എ വെരി സ്പെഷ്യൽ താങ്ക്സ് ടു ഫാത്തിമ ആൻഡ് സേൽ. അവർ രണ്ടുപേരും ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറി യാത്ര തുടങ്ങിയാണ്. ഇനിയും ഇൻഷാല്ലാ ഇതുപോലത്തെ ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. ഈവനിങ്ങിൽ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ബസ് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ലൈക്ക്, ഷെയർ, കമന്റ്. ബൈ, സീ യു.